ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരടുത്ത് വെങ്ങോല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇതൊരു വില്ല പ്രോജക്റ്റിൽ വരുന്ന വീടാണ്. 6 സെൻറ്റ് സ്ഥലമുണ്ട്, ഒത്തിരി സ്ഥലമുണ്ട്. വീട് നല്ല സൗകര്യമുള്ള വീടാണ്. വിലയാണെങ്കിൽ വലിയ വിലയൊന്നുമില്ല. 63 ലക്ഷം രൂപയാണ് വീടിന് ചോദിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് 6 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 4 വണ്ടികൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 ഇനോവ ഉൾപ്പെടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ള വീടാണിത്. അപ്പം നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതിനു മുമ്പായിട്ട് ഈ വീട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. ഇൻഫോ പാർക്കിലേക്ക് 18 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 20 കിലോമീറ്ററും ആലുവയിലേക്ക് 11 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 18 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളത്. നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു 2 ഇനോവ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ ഈ സൈഡിൽ ഇവിടെയും 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നതാണ്. നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണാം. മുറ്റത്ത് കട്ട വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സൈഡിലൊക്കെ നല്ല സെറ്റ് ബാക്ക് വിട്ടിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീട്. സിറ്റ് ഔട്ടിൽ ഏകദേശം ഒരു 9 കസേര ഒരേ സമയം ഇടാനുള്ള സ്പേസ് ഉണ്ട് സിറ്റ് ഔട്ടിൽ. അതേപോലെ പില്ലറൊക്കെ ചെങ്കല്ലിൻ്റെ ഡിസൈനൊക്കെ കൊടുത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സീലിങ്ങിലും ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. വുഡിൻ്റെ ഡിസൈനൊക്കെ കൊടുത്ത് LED സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മരവുരുപ്പടികളൊക്കെ ആഞ്ഞിലി മഹാഗണി മരങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിംഗ് റൂമിലേക്കാണ്. നല്ല സൗകര്യമുള്ളൊരു വിസിറ്റിംഗ് റൂമാണ്. സീലിങ്ങിൽ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. വുഡൻ ഡിസൈനൊക്കെ കൊടുത്ത് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിവിടെ സൈഡിലായിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കും തിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള TV യൂണിറ്റാണ്. ഡൈനിങ് റൂമിലേക്കും വിസിറ്റിംഗ് റൂമിലേക്കും തിരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള TV യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് റൂമിൻ്റെ സീലിങ്ങിലും ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഈ ഡൈനിങ് റൂമിൽ കിട്ടുന്നതാണ്. ഡൈനിങ് റൂമിൻ്റെ ഒരു ഭിത്തിയുടെ സൈഡിലൊക്കെ നല്ല വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് മനോഹരമായാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വാൾപേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് റൂമിൻ്റെ സൈഡിലായി ഒതുക്കിയാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്യാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ബെഡ്റൂമിലും ജിപ്സം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു ചെറിയൊരു അലമാര കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. താഴത്ത് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത്. വാറൻ്റി ഉള്ള ബാത്റൂം ഫിറ്റിങ്സ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഇത് ഒരു വലിയൊരു ബെഡ്റൂമാണിത്. സീലിംഗിൽ ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായൊരു ജിപ്സം വർക്കാണ് ഇവിടെ, ഡിസൈൻ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വലിയ ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ സൈഡിലായിട്ട് 2 ഡോറിൻ്റെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അത് സൈഡിലായി ഒതുക്കിയാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒന്ന് കാണാം. വലിയൊരു ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് അടുക്കളയാണ്. ഈ വീടിൻ്റെ വലിയൊരു അടുക്കളയാണ്. താഴത്തെ മുകളിലുമായി ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു അടുക്കളയാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് വർക്ക് ഏരിയ കാണാം. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള കോൺക്രീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വർക്ക് ഏരിയയാണ്. ഷീറ്റിട്ട് നിർമ്മിച്ച വർക്ക് ഏരിയ അല്ല. ഇവിടെ ആയിട്ട് ഒരു പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ മുകളിലുമായി വലിയ ഷെൽഫുകളാണ് നൽകിയിട്ടുള്ളത്. നമുക്കിനി അടുക്കള മുറ്റം ഒന്ന് കാണാം. ഇവിടെ ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ പണിയാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ സൈഡിലായിട്ട് ഒരു അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകൾ കാണാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ചെറിയൊരു ഹാളിലേക്കാണ്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് കിട്ടണത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ്. താഴെ കണ്ട മാതിരി തന്നെ വലിയൊരു ബെഡ്റൂമാണ് ഇവിടെയും കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈഡിലായി താഴെ കണ്ട മാതിരി ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത്. വാറണ്ടി ഉള്ള ക്വാളിറ്റിയുള്ള ബാത്റൂം ഫിറ്റിങ്സ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്കിനി 4ാമത്തെ ബെഡ്റൂം കാണാം. ഇവിടെയും സീലിങ്ങിൽ ജിപ്സം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ചെറിയൊരു അലമാര കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെയും ബാത്റൂമും ഒന്ന് കാണാം. ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ഫൈബർ ഡോറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതും വലിയൊരു ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്തൊക്കെ വീടുകളെല്ലാം ഉണ്ട്. നല്ല ഒരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. യാതൊരുവിധ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശമാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ സർവീസ് ഞങ്ങൾ യാതൊരുവിധ കമ്മീഷൻ കൂടാതെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തരും. ഈ വീടിനെ പറ്റി കൂടുതൽ അറിയാനും ഇതിൻ്റെ ഓണറുമായി സംസാരിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.